ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു. വെടിയൊന്നും വെച്ചില്ല, തോക്ക് ചൂണ്ടി. അന്നത്തെ DYSP എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു. കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു. സതീശൻ മനസ്സിലാക്കേണ്ടത്, സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിൻ്റെ മുന്നിലൂടെ ഏത് ചാനൽ നോക്കിയാലും ഇങ്ങേരുടെ ഈ തള്ളു കഥ മാത്രം. ഇതല്ലാതെ ഇങ്ങേർക്ക് ഒന്നും പറയാനില്ല. രാവിലെ ഒരുത്തി ഇവിടുന്ന് ചാടിത്തുള്ളി പോയിട്ടുണ്ട്, നവകേരള സദസ്സ എന്ന് പറഞ്ഞിട്ട്. വരാറായി, നീ വരട്ടെ. ഒടുക്കത്തെ ആയുസാണല്ലോ. എത്തിയല്ല, എന്തു പറ്റി? എന്നാ പറ്റി? അവിടെ ഒന്നും ഇല്ലായിരുന്നാ? ഇവിടെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോ നവകേരള സദസ്സ് വെട്ടി വിഴുങ്ങാണല്ലോ. ഒന്നും കിട്ടിയില്ലേ അവിടെ ചെന്നിട്ട്? അതെ, നിങ്ങൾ നടക്കണ ഊത്ത പരിപാടിയൊന്നും അല്ല, ഞങ്ങളെ നല്ല കിടക്കാച്ചി പരിപാടിയാ. എന്നിട്ട് ഈ വരവ് ഇരിപ്പും കണ്ടിട്ട് ഒന്നും കിട്ടാതാണ് കാണല്ലോ. അയ്യോ എന്റെ രാജിട്ട് എനിക്ക് വയറ് നിറഞ്ഞിട്ട് അനങ്ങാൻ പാടില്ലെന്ന്. ശ്വാസം വിടാൻ പറ്റണല്ല. ഗ്യാസ് അല്ല. പിന്നെ നിങ്ങൾ കേക്ക് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കണ്ട് അത് പറയാം. അണ്ടിപ്പരിപ്പ് തോരൻ, അണ്ടിപ്പരിപ്പ് ചമ്മന്തി, അണ്ടിപ്പരിപ്പ് സ്റ്റൂ. അയ്യോ, അണ്ടിപ്പരിപ്പ് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും അവസാനം ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് വെച്ച് പായസം. എന്നാ ടേസ്റ്റാ രാശിട്ട, എന്നാ ടേസ്റ്റ്. കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വീട്ടിലൊക്കെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ 2-3 അണ്ടിപ്പരിപ്പ് അവിടെ ഇവിടെ കണ്ടാലായി. ഇത് എന്തോന്ന് ഇത്? അത് 2-3 കാണുന്ന എന്തുകൊണ്ടാണ്? ഇത് തന്നെ പരിപാടി. ഇതിനാണ് ഈ നവകേരള സദസ്സ്. അസൂയുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു. അതെ, ഞങ്ങളെ പോലെയുള്ള VIPസിനെ വിളിച്ച് VIPs നടത്തുന്ന പരിപാടിക്ക് ചിലപ്പോ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടുതലിട്ടെന്നൊക്കെ ഇരിക്കും. സഹാക്കൾ ഇങ്ങനെ VIPs ഒന്നും പറയാൻ പാടില്ല, പൗരപ്രമുഖർ അങ്ങനെ വേണം പറയാൻ. ഇനി ആവർത്തിക്കരുത് കേട്ടാ. വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിട്ടാണ് ആ ബസ്സിൽ ഒരു കക്കൂസ് കൂടെ ഫിറ്റ് ചെയ്തത്. പക്ഷെ അനാവശ്യം പറയരുത്. അതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ കുറച്ച് കണ്ടോണ്ടിരിക്കുവായിരുന്നു. എന്തൊക്കെ വേറെ തള്ളി മറിച്ച്. രാശേട്ടാ, ഞങ്ങളുടെ ഇരട്ടച്ചങ്ങലുണ്ടല്ലോ, പണ്ടത്തെ വീരശൂര കഥ. അതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. പുതിയതായിട്ട് എന്ത് പറഞ്ഞെന്ന് പറ. ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പം ഒരു എന്താ പറയാ, അതിനാണല്ലോ തള്ളുന്നത്. ഇന്ന് എന്ത് പറഞ്ഞെന്ന് പറ. ഇന്ന് പറഞ്ഞേ തോക്കിന്റെ മുൾമുനയിൽ നിന്നും തോക്കിന്റെ മുൾമുനയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. ധീരനെ പോലെ അദ്ദേഹം നെഞ്ചു വിരിച്ചു. ഇത് പഴയ ബോംബ് കഥയല്ലേ പുള്ളി സ്ഥിരം അടിക്കുന്നത്. നേരത്തെ ഊരി പിടിച്ച വാളും ഉയർത്തിപ്പിടിച്ച കത്തിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് തോക്കായ. വേറെ എന്തൊക്കെ പറഞ്ഞു? രാശേട്ടാ, നിങ്ങള് നല്ലത് ചിന്തിക്കും. നല്ലത് ചിന്തിക്കാം. നമുക്കിതൊക്കെ മാറ്റിവെക്കാം. മീരയുടെ രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയമൊക്കെ ഞാൻ മാറ്റിവെക്കുന്നു. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കും, ഈ 14 ജില്ലകൾ കവർ ചെയ്താണല്ലോ ഇപ്പോൾ ഈ നവകേരള സദസ്സ് നടത്തുന്നത്. അതെ, ഏതെങ്കിലും ഒരു സദസ്സിൽ ഇദ്ദേഹം കേരളിനെ പറ്റി പറഞ്ഞോ? ഇല്ല. K-Phone പറ്റി പറഞ്ഞോ? കോക്കോണിക്സിനെ പറ്റി പറഞ്ഞോ? പറഞ്ഞില്ല. നീ ഓട്ടോ എന്ന് പറഞ്ഞൊരു ഓട്ടോ ഇറക്കിയായിരുന്നു സർക്കാർ, ഇലക്ട്രിക് ഓട്ടോയാണ്. എന്നിട്ട് കുറച്ചെണ്ണം നേപ്പാളിലേക്കൊക്കെ കയറ്റി അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ ജയിക്കെന്ന് പറഞ്ഞ അങ്ങേര് ചാനലിലൊക്കെ വരുന്നത് തള്ളി മറിച്ച. അത് വേറൊരുത്തൻ. അതിനെ പറ്റി പറഞ്ഞോ? ഉണ്ടായിരുന്നു. അതിനെ പറ്റി പറഞ്ഞോ? പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞില്ല. ഓക്കെ. ജപ്പാനിൽ നിന്ന് കൊട്ടക്കണക്കിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആ കോടികളെ പറ്റി പറഞ്ഞോ? അത് വന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പറഞ്ഞോ? ഇല്ല. പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അറിയാമോ? ഒരു സമയത്ത് ആ സമയത്ത് 6 മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് തള്ളിയത് ഓർമ്മയുണ്ടോ? അതിനെ പറ്റി പറഞ്ഞോ? അപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങളെ പറ്റി ഒന്നുമല്ല ഈ സംസാരിച്ചാൽ. ഇദ്ദേഹത്തിന്റെ പഴയ ബോംബ് പറയണ്ട. എന്തിന്? ഞാനേ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് കണ്ണൊന്ന് മയങ്ങി. ആ സമയത്ത് പറഞ്ഞു. ആ സമയത്ത് ഇതേ കുറിച്ച് പറഞ്ഞത്. ആ സമയത്തും പറഞ്ഞില്ല, ഒരു ദിവസവും പറഞ്ഞിട്ടില്ല. മുഴുവൻ പറയാനുള്ളത് കേന്ദ്രത്തിനെ പറ്റി കുറെ കുറ്റം പറയുക, പിന്നെ കോൺഗ്രസ്, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ വെല്ലുവിളിക്കുക, VD സതീശനോട് പറയുക എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറയുക, തോക്ക് ചൂണ്ടിട്ട് ഞാൻ നടന്നു പോയെന്ന് പറയുക. പക്ഷേ നിങ്ങളുടെ പാർട്ടി നല്ല ബെസ്റ്റ് പാർട്ടിയാണ് കേട്ടോ. അതായിരിക്കും നല്ലത്. അപ്പൊ മീര, പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ പാർട്ടി എനിക്കൂടെ ഒരു മെമ്പർഷിപ്പ് വരുമോ? എനിക്ക് സത്യമായിട്ട് എനിക്ക് ചേരണം അതിനകത്ത്.
ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.